മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ജ്യോതിഷത്തിൽ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗ്രഹമായ ബുധൻ മാർച്ച് 15-ാം തീയതി മീനം രാശിയിൽ വക്രഗതിയിലാക്കുവാൻ പോവുകയാണ്. അതായത് റീട്രോഗ്രേഡ് ആകുന്നതായിരിക്കും. ഇത് ബുധൻ്റെ നീചസ്ഥാനമാണെങ്കിലും ഇവിടെ ഉച്ചസ്ഥനായി ശുക്രൻ നിൽക്കുന്നതിനാൽ ബുധന് നീചഭംഗമുണ്ടാകുന്നതും നീചഭംഗ രാജയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും. ബുധൻ മാർച്ച് 15-ാം തീയതി മുതൽ ഏപ്രിൽ 7-ാം തീയതി വരെ ഏകദേശം 24 ദിവസത്തോളം റീട്രോഗ്രേഡായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. ബുധൻ വിദ്യ, ബുദ്ധി, കമ്മ്യൂണിക്കേഷൻ, നെർവസ് സിസ്റ്റം, സ്കിൻ, ടൂറിസം, അക്കൗണ്ട്സ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബുധൻ്റെ ഈ സഞ്ചാരമാറ്റം മേടം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത്. ബുധൻ നിങ്ങളുടെ 3ഉം 6ഉം ഭാവങ്ങളുടെ അധിപനാണ്. ഇപ്പോൾ നിങ്ങളുടെ 12-ാം ഭാവമായ മീനത്തിലാണ് നിൽക്കുന്നത്. ഇത് ബുധൻ്റെ നീചസ്ഥാനമാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബുധൻ ഇവിടെ നീചഭംഗം സംഭവിക്കുന്നുണ്ട്. കൂടാതെ ബുധൻ ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട്. അതായത് 6, 8, 12 എന്നീ ഭാവങ്ങളുടെ അധിപൻ 6, 8, 12 ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത്. ഇവിടെ 6-ാം ഭാവാധിപൻ ബുധൻ നിൽക്കുന്നത് 12-ാം ഭാവത്തിലാണ്. മീനം രാശിയിൽ ബുധനോടൊപ്പം സൂര്യൻ, ശുക്രൻ, രാഹു എന്നീ ഗ്രഹങ്ങളും ഒപ്പം നിൽക്കുന്നതായിരിക്കും. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബാംഗങ്ങളുമായി നല്ല ഒത്തൊരുമയുണ്ടായിരിക്കും. പരസ്പരം സ്നേഹം വർദ്ധിക്കുന്നതായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ കുടുംബാംഗങ്ങളുടെ സഹകരണം ലഭിക്കുന്നതായിരിക്കും. കരിയർ, ബിസിനസ് എന്നിവയെ സംബന്ധിച്ചിടത്തോളം ബുധൻ ഇവിടെ വക്രഗതിയിലാകുന്നത് ചില്ലറ പ്രശ്നങ്ങൾ വരാൻ ഇടയാകുന്നതായിരിക്കും. ഓഫീസിൽ ആരുമായും വിവാദങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ. ബിസിനസ്സിൽ ഇൻകം ടാക്സ്, GST അതുപോലെ മറ്റ് ടാക്സുകളും മറ്റും അടച്ച് എല്ലാ ഡോക്യുമെൻറ്റുകളും ക്ലിയറാക്കി വയ്ക്കണം. അല്ലാത്ത പക്ഷം നോട്ടീസും മറ്റും ലഭിക്കുവാൻ സാധ്യതകളുണ്ട്. നന്നായി വായിച്ച് മനസ്സിലാക്കി വേണം എല്ലാ ഡോക്യുമെൻറ്റുകളിലും സൈൻ ചെയ്യുവാൻ. നിങ്ങളുടെ ഏറ്റവും അടുത്തവർ പോലും ചിലപ്പോൾ ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും. ബിസിനസ്സിൽ നിക്ഷേപങ്ങൾ ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്യുക. ഈ സമയത്ത് കരിയറിൽ പരിവർത്തനങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും ശുഭകരം. തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും ഇതിനിടയ്ക്ക് നിങ്ങൾ കൂടുതൽ പരിശ്രമം ചെയ്ത് ശുഭഫലങ്ങൾ കരസ്ഥമാക്കുന്നതിൽ വിജയിക്കുന്നതുമായിരിക്കും. പാർട്ട്ണർഷിപ്പിൽ പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം. യാത്രകൾ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ഈ സമയത്ത് ചിലവുകളിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും. എങ്കിലും കുടുംബത്ത് ആവശ്യമുള്ള കാര്യങ്ങളിൽ കുറവ് വരുത്തുവാനും പാടില്ല. വിദ്യാർത്ഥികളും ഈ സമയത്ത് അലസത വെടിഞ്ഞ് കൂടുതൽ പരിശ്രമം ചെയ്യണം. എങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ. ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടായിരിക്കണം. ആവശ്യമില്ലാത്ത ടെൻഷനും മറ്റും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് മീനം രാശിയിൽ ബുധൻ വക്രഗതിയിലാകുമ്പോൾ മേടം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.